Watch India's largest kids library only on Jio Hotstar. Download the app now. മോട്ടു ഹെൽമെറ്റ് ഇട്ടോണ്ട് പോ. നീ എന്തായി ചെയ്യുന്നേ? സ്കൂട്ടർ ഓടിക്കാൻ പോവുകയാണോ? അതും ഹെൽമെറ്റ് ഇല്ലാതെ? ഇത് വെച്ചിട്ട് പോന്നേ. ഒന്നും സംഭവിക്കില്ലെന്ന്. എന്റെ തലയ്ക്ക് ഹെൽമെറ്റിനേക്കാളും നല്ല ഉറപ്പുണ്ട്. എന്റെ മോട്ടു, ഇതൊക്കെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ടാ പറയുന്നത്. മോട്ടു, ആക്സിഡന്റ് സംഭവിച്ചോ? മോട്ടു, ഇന്നാ പിടിച്ചോ സേഫ്റ്റി ബുക്ക്. ഇതിൽ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള എല്ലാ സേഫ്റ്റി റൂൾസും ഉണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞാൽ സ്കൂട്ടർ അല്ല കാറും ഓടിക്കാം. മനസ്സിലായോ? മനസ്സിലായി പത്തലു. സോറി. ഇനി ഞാൻ ഈ ബുക്കിലുള്ളത് മുഴുവൻ വായിച്ചതിന് ശേഷമേ ഇനി ഞാൻ റോഡിലൂടെ വണ്ടി ഓടിക്കുകയുള്ളൂ. എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചാ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇടതും വലതും നോക്കണമെന്നാണ്. അല്ല, എന്ത് മനുഷ്യരാ നിങ്ങളൊക്കെ? നിങ്ങൾക്കൊന്നും റോഡ് സേഫ്റ്റിയുടെ റൂൾസ് അറിയില്ലേ? വെറുതെ ഇങ്ങനെ ആക്സിഡന്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഈ ബുക്ക് വായിക്കേ, അപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കോളും. അത് ശരി, ഇവൻ നമ്മളെയാണോ സേഫ്റ്റി റൂൾസ് പഠിപ്പിക്കണ? അമ്മാരെയാണോ മരകയറ്റം പഠിപ്പിക്കണ? പേടിച്ച് ഇവന് രണ്ട് തല്ലു കൊടുക്കും. ഇവന്മാരടുത്ത് നല്ല കാര്യം പറഞ്ഞാൽ നമുക്ക് പണിയാവുന്ന തോന്നുന്നത്. അവിടെ നിക്ക്. ആരെങ്കിലും എന്റെ സുഹൃത്തിന്റെ മേലെ കൈ വെച്ചാലുണ്ടല്ലോ. അത് ശരി, ഇത് അവന്റെ കൂട്ടുകാരനാ. എന്നാ പിന്നെ ഇവനെ പിടിച്ചതല്ലേ? ഇവനെ തല്ലി വസൂലാക്കാം നമുക്ക്. പിന്നെ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോകുന്നവന്റെ ഇടതുവശത്ത് കൂടെ വേണം പോകുവാൻ. എങ്കിൽ മാത്രമേ മറ്റു വണ്ടികൾക്ക് ഇതെന്തൊരു ഹോണടിയാണ്. ഇതെടുത്ത് വെച്ചേക്കാം. അപ്പൊ പിന്നെ ഒരു ശബ്ദവും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല. മാത്രമല്ല എനിക്ക് ഈ ബുക്ക് പതുക്കെ വായിക്കുകയും ചെയ്യാം. പിന്നെ റോഡിൽ റെഡ് സിഗ്നൽ കണ്ടാൽ അപ്പ നിക്കണം. പിന്നെ ഗ്രീൻ സിഗ്നൽ കണ്ടാൽ മുന്നോട്ട് പോകണം. മോട്ടു നിൽക്ക്, റെഡ് സിഗ്നൽ ആണ്. അങ്ങനെ ഗ്രീൻ സിഗ്നൽ വീണതിന് ശേഷം നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം. എന്നാ പിന്നെ നോക്കട്ടെ ഗ്രീൻ സിഗ്നൽ വീണിട്ടുണ്ടോന്ന്. എന്റെ കൂട്ടരെ, ഗ്രീൻ സിഗ്നൽ വീണാലല്ലേ ക്രോസ് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നത് നിങ്ങൾ റെഡ് സിഗ്നൽ ഉള്ളപ്പോഴേ ക്രോസ് ചെയ്തെന്നാണ്. സിഗ്നൽ നോക്കി നിങ്ങൾ വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ഇതുപോലെ സംഭവിക്കുമായിരുന്നു. ഈ സേഫ്റ്റി ബുക്ക് വായിക്കൂ, എന്നിട്ട് റൂൾസ് ഒക്കെ മനസ്സിലാക്കൂ. എന്റെ പൊന്നു മോട്ടു, നീയൊന്ന് അവിടെ നിക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അപ്പൊ അയാൾ നിന്റെ കൂട്ടുകാരനാണ്? അതെ, എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. എന്താ പറ്റി? ഒന്നുമില്ല, അയാൾക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. നിങ്ങൾ എനിക്ക് തന്നോളൂ, ഞാനത് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. ശരി, അയാൾക്ക് ഒരു 500 ഇടിയും ഒരു 1000 തല്ലും കൊടുക്കണമായിരുന്നു. വഴിയിലൂടെ പോകുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. കണ്ടില്ലേ മോട്ടു എന്താ ചെയ്യുന്നതെന്ന്? അങ്ങോട്ട് നോക്ക്. വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കുന്നയാൾ ഹെൽമെറ്റ് നിർബന്ധമായും ധരിച്ചിരിക്കണം.
വേഗം പോകാം, നമുക്ക് അവനെ പിടിക്കാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ബുക്ക് തന്നെയാണല്ലോ. വളരെ നല്ല കാര്യങ്ങളാണ് ഇതിലുള്ളത്. മോട്ടു അവിടെ നിൽക്ക്. വണ്ടി ഓടിക്കുമ്പോൾ അമിത വേഗം ഒരിക്കലും പാടുള്ളതല്ല. അത് നമ്മുടെ ജീവൻ തന്നെ അപഹരിക്കും. ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും. നമ്മൾ റൂൾസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാരണം മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. പത്തുലു എനിക്ക് നല്ലൊരു ബുക്കാണ് തന്നത്. പത്തുലുവിനോട് നന്ദി പറയണം. ഇനി എന്താണ് എഴുതിയിരിക്കുന്നത്? വെള്ളത്തിലുള്ള മുതലകൾ പോലും ഇടവും വലവും നോക്കി മാത്രമേ വെള്ളത്തിലൂടെ സഞ്ചരിക്കാറുള്ളൂ. അതുപോലെ നമ്മളും നമ്മുടെ മുൻപിൽ എന്താണുള്ളതെന്ന് ശ്രദ്ധിച്ചു വേണം പോകുവാൻ. അതായത് നമ്മുടെ ശ്രദ്ധ മറ്റെവിടേക്കും തിരിയാൻ പാടില്ല. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ഒരിക്കലും സാധിക്കില്ല. ഒന്നിയിൽ ഇയാൾ ഒരു ധൈര്യശാലിയാ, അല്ലെങ്കിൽ മനുഷ്യർക്ക് നമ്മളോടുള്ള പേടി തീർന്നു പോയെന്ന് തോന്നുന്നു. ഈ ബോട്ട് എങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓടുന്നതാ? ഗസീറ്റാറാമേ, അത് ബോട്ടല്ല, ക്രൊക്കഡൈലിന്റെ പുറകാണ്. അതെ, എനിക്ക് ക്രോക്കഡൈലിന്റെ പുറകെ ഇരിക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഇല്ല. മമ്മി രക്ഷിക്കണേ, പത്ലു രക്ഷിക്കണേ. Hey you, Croco! The name is Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. എന്റെ അമ്മ. എന്റെ അമ്മോ, ഈ മോട്ടൂന് മിക്കവാറും ഭ്രാന്തി പിടിച്ചെന്നാ തോന്നുന്നത്. എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകണം. അല്ല ചിങ്കം സാറേ, പ്ലീസ്. എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് അവനെ പിടിച്ചേ മതിയാകൂ. എന്നിട്ട് ആ ബുക്ക് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. മോട്ടു ആ പുസ്തകം വായിക്കുന്നതിലാ ബിസി ആയിരിക്കുന്നത്, അല്ലാതെ അവൻ ഒരു ധ്യാനത്തിലും അല്ല. ഹെഡ്ഫോൺ വെച്ചതുകൊണ്ട് അവൻ നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല. എന്റെ ചങ്ക, ഇതായിരിക്കണം നമ്മുടെ അവസാനത്തെ ശ്രമം. ഇനി അവൻ എന്താണെന്ന് വെച്ചാ ചെയ്തോട്ടെ. നമ്മള് പറയാനുള്ളതൊക്കെ പറഞ്ഞതാ, ഇനി അവന്റെ വഴി. ഡോക്ടർ ജഡ്കതെ അങ്ങോട്ട് നോക്ക്. മോട്ടു ആ ഘോരവനത്തിൽ ചുറ്റി കറങ്ങുകയാണ്. നമുക്കിപ്പോ പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു ബോർഡിൽ ഡേഞ്ചർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് യാതൊരു കാരണവശാലും പോകാൻ പാടുള്ളതല്ല. മോട്ടു, കാരണം സ്ഫോടനം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടാവും. കാരണം അതുപോലെയുള്ള ജോലികളായിരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സൈഡിലേക്ക് മാറിക്കോ, മുകളിൽ പാറക്കഷ്ണങ്ങൾ വരുന്നുണ്ട്. എന്താ ഇത്? ആരാ 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 ഈ കല്ലിനടിയില്? അല്ല, ഇവരെ
നിങ്ങളൊക്കെ ഇവിടെ എന്തെടുത്തോണ്ടിരിക്കുക? ഇത്രയും അപകടം പിടിച്ച സ്ഥലത്ത് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുവാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇവിടെ സ്ഫോടനം ഉണ്ടാവുന്ന സ്ഥലമാണെന്ന്. നിങ്ങളൊക്കെ സേഫ്റ്റി ബുക്ക് വായിക്കേണ്ട സമയമായിരിക്കുന്നു. കണ്ടില്ലേ, ഞാൻ ഈ ബുക്ക് വായിച്ചത് കൊണ്ട് എനിക്കൊന്നും തന്നെ സംഭവിച്ചില്ല. നോക്ക്. എന്തുകൊണ്ടില്ല? ഞങ്ങൾ എല്ലാവരും ഈ ബുക്ക് വേഗം വായിച്ചോളാം. അല്ല, നിങ്ങളെല്ലാവരും എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? ഇപ്പൊ പറഞ്ഞു തരാം. ഞങ്ങൾ ഇവിടുന്ന് സേഫായി പുറത്ത് പോകണമെങ്കിൽ ആദ്യം നിന്റെ കയ്യിലുള്ള ബുക്കിങ് തന്നേക്ക്. വെറും പുസ്തകം വായിച്ചത് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല. നമുക്ക് ഇവനൊന്ന് സേഫ്റ്റി കാണിച്ചു കൊടുക്കണ്ടേ? ആ, ആഹാ, ഇവനൊരു പാഠം പഠിപ്പിക്കണം. വിടൂ, എന്നെ വിടാനാ പറഞ്ഞത്. എന്നെ എന്തിനാ ഇങ്ങനെ തള്ളുന്നത്? വിട്ടേക്ക്, അവനെ വിട്ടേക്ക്. എന്നാ നീയും വന്നോ? അയ്യോ, ഒന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തിനാ ഇടിക്കുന്നെന്ന്? സേഫ്റ്റി ബുക്ക് വായിച്ചതിന് എന്നെ ഇങ്ങനെ ഇടിക്കണോ നിങ്ങള്? Watch India's largest kids library only on Jio Hotstar. Download the app now.